എടാ മോനെ പുരുഷ് വേറെ ലെവലാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് 17 ആഴ്ചകൾ പിന്നിടുമ്പോൾ 17th മാച്ച് വീക്കിലെ ടീം ഓഫ് ദി വീക്കിനെ പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സിയുടെ ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ചും നിലവിലെ തോമസ് ജോസിനോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്ത്രങ്ങൾ അണിയിച്ചൊരുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സ്വന്തം മലയാളി കോച്ച് ടി.ജി. പുരുഷോത്തമൻജിയാണ്. അദ്ദേഹം ടീം ഓഫ് ദി വീക്കിന്റെ കോച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. അതിനോടൊപ്പം ബ്ലാസ്റ്റേഴ്സിൽ നിന്നും നമ്മുടെ കാനിയൻ പുള്ളിപ്പുലി ക്വാമി പെട്ര കൂടി ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം മാച്ച് വീക്ക് നമ്പർ 17 ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീം ഇങ്ങനെയാണ്. മുന്നേറ്റ നിരയിൽ വരുന്നത് മൻവീർ സിംഗ്, സുനിൽ ഛേത്രി, ക്വാമി പെട്ര. പിന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ മധ്യനിരയിൽ ബ്രൈസൺ ഫെർണാണ്ടസ്, ജാവി ഫെർണാണ്ടസ്, പിന്നെ ചെന്നൈയിൻ എഫ്.സിയുടെ സൂപ്പർ താരമായിട്ടുള്ള കോർണർ ഷീൽഡ്സ്. പ്രതിരോധ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ പഞ്ചാബ് എഫ്.സിയുടെ യുവതാരമായിട്ടുള്ള അഭിഷേക് സിംഗ്, പിന്നീട് ജംഷഡ്പൂർ എഫ്.സിയുടെ അതികായനായിട്ടുള്ള സ്റ്റീവൻ എസെ, പിന്നീട് ഇന്റർനാഷണൽ സന്ദേശ് ജിങ്കൻ ഗോവയുടെ പ്രതിനിധിയായിട്ട് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റൻ സുഭാഷിഷ് ബോസ്. ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ വന്നിരിക്കുന്നത് ഹൃതിക് തിവാരിയാണ്, എഫ്.സി ഗോവയുടെ യങ് സെൻസേഷൻ. ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ടി.ജി. പുരുഷോത്തമൻ ഇത്തവണത്തെ മാച്ച് വീക്ക് നമ്പർ 17 കോച്ചായി ടീം ഓഫ് ദി വീക്കിന്റെ കോച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. എടാ മക്കളെ, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും, നിങ്ങളതൊന്ന് പൊറുക്കണം. ഒരുപാട് കണ്ടന്റ് മിസ്സിംഗ് ആണ്, അതെല്ലാം ചെയ്യണോ? ഇപ്പം പ്രീതം കോട്ടാലൊക്കെ പോയത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാനത് വെറുതെ ചെയ്ത് വലിച്ചു നീട്ടണോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു ചോദ്യം.